കാരുണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സകലം സഹായമത്തിപ്പതും തിരുമുൻപിൽ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സകലം സഹായമത്തിപ്പതും തിരുമുൻപിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം, സന്മാർഗഭ്രഷ്ടർ തൻ വഴിതുമല്ല. നാട്ടുകാരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി നിതിൻ രാജ് IPS സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വ്യക്തികളെ, നമ്മുടെ കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിൻ്റെ 99ാം വാർഷികവും അതോടൊപ്പം തന്നെ 100ാം വർഷത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ അവസരത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രഖ്യാപന ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ഫാറൂഖ് മാസ്റ്ററും അതേപോലെ തന്നെ ഉറുദു അധ്യാപകനായ യാക്കൂബ് മാഷും ഇവിടെ നിന്ന് വിരമിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ കാലാവസ്ഥ നമുക്ക് ചെറിയ ഒരു പ്രശ്നം തന്നിട്ടുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പിന്നോക്കാവസ്ഥയിലായിരുന്ന നമ്മുടെ കടവത്തൂരിനെ, അതേപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളെയും ഒരു നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് നമ്മുടെ കടവത്തൂർ വെസ്റ്റ് UP സ്കൂൾ 1927 സ്ഥാപിതമായി. അതിനുശേഷം ഒരുപാട് മഹാരഥന്മാർ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ ഇന്ന് 1ാം ക്ലാസ് LKG UKG 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. 1989 വരെ നമ്മുടെ സ്കൂൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു. അതിനുശേഷം 1989 നമ്മുടെ വിദ്യാലയം നുസ്രത്തുൽ ഇസ്ലാം സംഘം ഏറ്റെടുക്കുകയും അതോടുകൂടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ കെട്ടിലും മട്ടിലും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വമ്പിച്ച മുന്നോക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ K. മുഹമ്മദ് ഫാറൂഖ്, അദ്ദേഹം 30 വർഷമായി നമ്മുടെ സ്കൂളിൽ വിശിഷ്ട സേവനം നടത്തുകയാണ്. എല്ലാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം 20 വർഷക്കാലമായി നമ്മുടെ ഉറുദു അധ്യാപകനായ യാക്കൂബ് മാഷും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. രണ്ടുപേരുടെയും വളരെ പ്രശംസാ അർഹമായ പ്രവർത്തനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിലെ മുൻ PTA പ്രസിഡന്റും നമ്മുടെ നാട്ടുകാരനുമായ ഗഫൂർ മൂലശ്ശേരി അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ യാത്രയപ്പ് സമ്മേളനവും
ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രഖ്യാപനവും അതേപോലെ നമ്മുടെ വാർഷികവും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS അവർകളാണ്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി സ്വാഗതം കോരുകയാണ്. ഈ പരിപാടിയിൽ സ്റ്റാഫിന്റെ ഉപഹാര സമർപ്പണം നടത്തുന്നത് ടി മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി NIS കിടവത്തൂർ. ഈ പരിപാടിയിൽ OSAയുടെ ഉപഹാര സമർപ്പണം നടത്തുന്നത് അതേപോലെ തന്നെ ഷദാർ അഹമ്മദ് മെമ്മോറിയൽ സമ്മാനദാനം നടത്തുന്നതും നമ്മുടെ OSA പ്രസിഡന്റായ ഡോക്ടർ അബൂബക്കർ അവരുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ മാനേജർ ഖാലിദ് സുലമി അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാട്ടൂർ മുഹമ്മദ് അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകനായ മുഹമ്മദ് ഫാറൂഖ് മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. യാക്കൂബ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അബ്ദുൽ നാസർ അടയങ്ങാട്ടിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് തൊടുവയിൽ, MK അഹമ്മദ് മദനി, K അബൂബക്കർ സാഹിബ്, AP മുഹമ്മദ്, അബ്ദുള്ള സാഹിബ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുനീറ, അതുപോലെ ഈ വേദിയിലുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും രക്ഷിതാക്കളെയും അതേപോലെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂലശ്ശേരി ഗഫൂർ അബ്ദുള്ളയുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ വാർഷിക പരിപാടിയിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നു. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥാപനത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കറിയാം, ഈ സ്ഥാപനത്തെ നേരത്തെ ഇബ്രാഹിം മാസ്റ്റർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനത്തെ ഇത്രയും വലിയ ഒരു സ്ഥാപനമായി ഉയർത്തുന്നതിൽ ഒരുപാട് ആളുകളുടെ പങ്ക് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ പ്രവർത്തിച്ച അധ്യാപകർ, നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റ്, അതിൽ നിന്ന് തുടർന്ന് 89 ശേഷം ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത NIS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ സ്ഥാപനത്തെ, ഈ പ്രദേശത്തെ വലിയൊരു സ്ഥാപനമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറയുന്നത്
ഏകദേശം 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ PTA പ്രസിഡൻ്റായ സമയത്ത് ഒരു ദിവസം ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്നെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് ഒന്ന് സ്കൂളിലേക്ക് വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു സ്ക്വാഡ് വന്നിട്ടുണ്ട്, എന്തോ ഒരു പരിശോധനയ്ക്ക് PTA പ്രസിഡന്റും മാനേജ്മെൻറ്റ് പ്രതിയും നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണമെന്ന് പറഞ്ഞ് ഞാൻ ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ സ്ക്വാഡ് വന്നത് ഏറെ രസകരമായിരുന്നു. തിരുവനന്തപുരത്ത് DPIയിൽ നിന്ന് വന്ന ഒരു ടീമായിരുന്നു. എല്ലാ വർഷവും ആ 8 വർഷവും 10 വർഷം മുമ്പൊക്കെ നമുക്കറിയാം, ദിനേന എന്നോണം അല്ലെങ്കിൽ ഓരോ അധ്യയന വർഷവും സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. അൺഎക്കണോമിക്കായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ എന്ന നിലയിൽ വിദ്യാർത്ഥികൾ കുറയുമ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളുകൾ കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിൽ എല്ലാ വർഷവും 50-100 വിദ്യാർത്ഥികൾ വർദ്ധിക്കുകയാണ്. അതെന്താണ് കാരണമെന്ന് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും സ്വാഭാവികമായും തിരുവനന്തപുരത്ത് DPI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഓരോ വർഷം കഴിയുമ്പോഴും എത്തിച്ചേരും. പക്ഷേ അതിലെന്തെങ്കിലും മാൾ പ്രാക്ടീസ് ഉണ്ടോ, എന്തെങ്കിലും തെറ്റായ നടപടികൾ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടോ അല്ലെങ്കിൽ സ്കൂൾ അധികാരിയുടെ ഭാഗത്തുനിന്നോ ഇത് പരിശോധിക്കാനായിരുന്നു ആ സ്ക്വാഡ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ അവർ പരിശോധിച്ചപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. ഒരുപാട് സംവിധാനങ്ങളും സൗകര്യമുള്ള സ്കൂളുകൾ കേരളത്തിൽ ഉണ്ടെങ്കിലും ഇത്രയും വിദ്യാർത്ഥികളെ ഓരോ വർഷത്തിലും കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ഒരു വിദ്യാലയം, ഇത്രയും വിദ്യാർത്ഥികൾ ഒരു അഡ്മിഷന് വേണ്ടി തള്ളിക്കയറുന്ന ഒരു വിദ്യാലയം ഈ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലൊന്നാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ പരിശോധിക്കാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ ഏറെ അത്ഭുതത്തോടു കൂടിയാണ് ആ സ്ക്വാഡ് ഇവിടെ നിന്ന് തിരിച്ചു പോയത് എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കും. ഈ കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ മാനേജർ ഖാലിദ് മാസ്റ്ററോട് ഞങ്ങൾ ചോദിച്ചു, എത്ര വിദ്യാർത്ഥി? 1000-ലധികം വിദ്യാർത്ഥി. UP സ്കൂളിലാണ് 1000-ലധികം വിദ്യാർത്ഥികൾ. എനിക്കറിയാം, പലപ്പോഴും ഈ സ്കൂളിലെ നേരത്തെയുള്ള PTA പ്രസിഡന്റും ഓരോ വിദ്യാർത്ഥി എന്നൊക്കെ നിലയിൽ ഒരുപാട് ആളുകൾ സ്കൂളിലെ അഡ്മിഷന് വേണ്ടി പല ക്ലാസ്സുകളിലും അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന രീതിയിൽ വിളിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പല ആളുകളെയും ചേർക്കാൻ പറ്റുന്നത് ചിലപ്പോഴൊക്കെ അത് നിരാശയായിരുന്നു ഫലം. കാരണം ഇവിടെ വേണ്ടതിലും അധികം വിദ്യാർത്ഥികളെ ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്ലാസ് നടത്തുന്നത് എന്ന മറുപടിയാണ് ഹെഡ് മാസ്റ്ററിൽ നിന്നും മാനേജ്മെൻറ്റിൻ്റെ ആളുകളിൽ നിന്നും കേൾക്കാൻ കഴിയും. ഞാൻ പറയുന്നത് അത്രയും വലിയ ഒരു സംവിധാനവും വലിയ ഉയർച്ചയിലേക്ക് ഈ സ്ഥാപനം എത്തുന്നതിൽ ഒരുപാട് ആളുകളുടെ പങ്കുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ തരുണത്തിൽ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മുഖ്യ അതിഥി നിതിൻ രാജ് സാർക്ക് മറ്റൊരു വളരെ മനോഹരമായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെമ്പല കൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ആ പരിപാടി കാണുന്നതിന് വേണ്ടി, അവരെ ആസ്വദിക്കുന്നതിന് വേണ്ടി, അവരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരു സ്കൂൾ 99 വിജയവർഷങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് തികച്ചും അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. 99 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു സ്കൂൾ നിൽക്കുമ്പോൾ ഒരു നാടിൻ്റെ ആകെ വിദ്യാലയ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഒരു സ്കൂൾ മാറുകയാണ്. തീർച്ചയായിട്ടും കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിന് അത്തരത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം ഈ 99ാമത്തെ വയസ്സിലും വാർദ്ധക്യത്തിൻ്റെതല്ല, യൗവനത്തിൻ്റെതാണ് ഈ സ്കൂളിൻ്റെ നിറപുഞ്ചിരി എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സ്കൂളിലെ ഇന്ന് 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അഡ്മിഷന് വേണ്ടിയിട്ട് ഓരോ വർഷവും അടിയും ഇടിയുമാണ് എന്ന് പറയുന്നിടത്ത് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഒരു സ്കൂളിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കുറേ ചിന്തകളും. ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയൊരു ചായ കുടിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു മുറിയിൽ കയറിയ സമയത്ത് ഇവിടെ ഇരിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള പലരും തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഞങ്ങളുടെയും അധ്യാപകരാണ് ആ ടേബിളിന്റെ മറുഭാഗത്ത് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അവരൊക്കെ ഈ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അതായത് ഒരു നാട് തന്നെ പറയുകയാണ്, ഞങ്ങളുടെയൊക്കെ, അതായത് നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കളുടെ ഒക്കെ അധ്യാപകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു നാട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അത് വളരെ മനോഹരമായിട്ടൊരു കാര്യമാണ്. ഒരു സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആരായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു സ്കൂളിന്റെ പരിസരത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മളൊക്കെ കുട്ടികളായി മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം പേരും ഒരുപക്ഷെ പുറത്തു നിന്നൊക്കെ കല്യാണം കഴിച്ച് വന്നവരോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോകുന്നവരല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം
സ്കൂളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും കുട്ടികളായി മാറുന്നു എന്നുള്ളത് ഒരു രസകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ പലപ്പോഴും ഒരു കുട്ടിയോട് നിങ്ങൾക്ക് ആരായി തീരണം എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ആരായി തീരണം, ഈ ചോദ്യം ഒരു കുട്ടിയോട് ചോദിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ പറയാറുള്ള ഉത്തരം പെട്ടെന്ന് വലിയൊരാളായി തീരണം എന്നാണ് കുട്ടികൾ പറയാറുള്ള മറുപടി. അവരുടെ രസകരമായ കളികൾ നമ്മൾ നോക്കുന്ന സമയത്ത് സാരി ഉടുത്തും അല്ലെങ്കിൽ കഞ്ഞിക്കറി വെച്ചൊക്കെ പല കളികളൊക്കെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അതൊക്കെ പൊതുവായി സൂചിപ്പിക്കുന്നത് കുട്ടികൾക്ക് ആഗ്രഹം വലിയൊരാളായി തീരണമെന്നാണ്. പക്ഷെ മുതിർന്ന ഒരാളോട് നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ സാധ്യതയുള്ളൊരു ഉത്തരം പഠിച്ചിരുന്ന ക്ലാസ് മുറിയിലേക്ക് മധുരച്ചുരലിന്റെ മണം പേറുന്ന ചോക്കുപൊടിയുടെ ഗന്ധം പേറുന്ന തന്റെ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തിരുന്നു കൊണ്ട് കഥകൾ പറഞ്ഞുകൊണ്ട് കുസൃതി കാണിച്ചുകൊണ്ടിരുന്ന ആ പഴയ ക്ലാസ് മുറിയിലേക്ക് ഒരിക്കലെങ്കിലും തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവുമായ നിമിഷങ്ങൾ എന്നായിരിക്കും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഉത്തരം പറയുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ, വളരെ രസകരമായ ഒരു കാലഘട്ടത്തിലൂടെ സുന്ദരികളുമായി ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിനെ ഏറ്റവും വർണ്ണാഭമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും ഒരു വിദ്യാലയത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ആരാണ് ഒരു നല്ല വിദ്യാർത്ഥി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ വർഷവും പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ടീച്ചേഴ്സ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് വരും. നിങ്ങൾ ഓരോ പരീക്ഷയിലൂടെ നിങ്ങളെ വിലയിരുത്തും. അപ്പൊ ചോദ്യം, ഒരു നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് എഴുതുന്ന ആളാണ്, അല്ലെങ്കിൽ ഉത്തരം എഴുതുന്ന ആളാണോ, നല്ല മാർക്ക് കിട്ടുന്ന ആളാണോ? നല്ല ചോദ്യമാണ്. ആണോ? ആരാണ് ഒരു നല്ല വിദ്യാർത്ഥി? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് എഴുതുന്ന ആളാണോ? അല്ല എന്ന് പറഞ്ഞാൽ നിവർത്തിയില്ല. പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് എഴുതിയാൽ നല്ല ഉത്തരങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ആ മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ പല വിലയിരുത്തലുകൾ നടക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഉത്തരത്തിൽ ഒരു നല്ല വിദ്യാർത്ഥി ആരാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക, ഒരു നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത് നല്ല ചോദ്യകർത്താവാണ് എന്നുള്ളതാണ്. നല്ല ചോദ്യകർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലും കാണുന്ന ഏതൊരു കാര്യത്തോടും നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അത് മനസ്സിലാക്കുന്നിടം വരെ അതിന്റെ പുറകെ പിന്തുടർന്നുകൊണ്ട് മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥ വിദ്യാർത്ഥി. അത് വേറൊരു വാക്കിലൂടെ പറയാം. നമ്മുടെയൊക്കെ ടീച്ചേഴ്സ്, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചതിന് ശേഷം കുട്ടികളോട് ചോദിക്കും, കുട്ടികളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ എന്താ അതിന് ഉത്തരം പറയാറുള്ളത്? ഒരു ടീച്ചർ നമ്മളോട് ചോദിക്കുകയാണ്, കുട്ടികളെ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ ആൾക്കാരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും കുറച്ചു കാലം മുമ്പ് പഠിച്ചിറങ്ങിയ ഞങ്ങളും ഇനി പഠിക്കാൻ പോകുന്ന ആൾക്കാരും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഉത്തരം, ടീച്ചറെ പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്നാൽ പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്ന് പഠിപ്പിച്ച അധ്യാപകനും പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്ന് ആ ക്ലാസ്സിലിരുന്ന കുട്ടിക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ പറയാറുള്ളത് ടീച്ചറെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള ഒരു വാക്കുണ്ട്, മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായ കാര്യം പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായ കാര്യം പോലും മനസ്സിലാവാതാകും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യം, മനസ്സിലാവാത്തൊരു കാര്യം, അതിനെ പിന്തുടർന്ന് മനസ്സിലാക്കുന്നിടം വരെ പിന്തുടർന്ന് പോകാനുള്ള ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അറിയാനുള്ള അഭിവാഞ്ച, അറിയാനുള്ള ആകാംക്ഷ, അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏതൊരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ത്യയുടെ ഏറ്റവും ആരാധനായിട്ടുള്ള രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. കുട്ടികളോട് അറിയില്ല എങ്കിൽ അവരോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ അറിവിന്റെ പാതയിലേക്ക് നടത്തിയ ഒരു പ്രിയപ്പെട്ട അധ്യാപകനെ പറ്റി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. പുസ്തകം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ കൃതി വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാമർശിക്കുന്ന കാര്യത്തെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മൾ ഏത് തരത്തിലേക്കുള്ള വിദ്യാർത്ഥികളെയാണ് ഒരു സ്കൂളിൽ നിന്ന് വാർത്തെടുക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് മലയാളത്തിന്റെ എന്റെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള എഴുത്തുകാരൻ ബഷീറിന്റെ ഒരു കഥയിലൂടെ ഉത്തരം പറയാമെന്ന് തോന്നുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട്, ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ആ പുസ്തകം. ഒരു മനുഷ്യൻ, ഒരു കഥയാണ്. കഥാനായകൻ ബഷീർ തന്നെയാണ്. ഹിമാലയ താഴ്വാരങ്ങളിൽ എവിടെയോ വെച്ച് സാധാരണ മനുഷ്യർക്ക് അക്ഷര വിദ്യാഭ്യാസം നൽകുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. അക്ഷര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാക്ഷരത ഐക്യമൊന്നുമല്ല, പേരെഴുതണം, ഒപ്പിടണം, ഇത് പഠിപ്പിക്കുന്ന ജോലിയിലാണ് അയാൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നമ്മുടെ കഥാനായകൻ എഴുന്നേക്കാറുള്ളത്. കാരണം ഉച്ചയ്ക്ക് എഴുന്നേറ്റാൽ രാവിലെ എന്ത് കഴിക്കണം എന്നുള്ളതിന് ടെൻഷനില്ല. അത് കഴിക്കാൻ വിഭവങ്ങളുടെ സമൃദ്ധി ഉള്ളത് കൊണ്ടല്ല,
കഴിക്കാൻ കാശിന്റെ അപര്യാപ്തത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഉച്ചയ്ക്കാണ് എഴുന്നേൽക്കുക. അപ്പൊ ഒരു ദിവസം നമ്മുടെ കഥാനായകൻ ഇങ്ങനെ എഴുന്നേറ്റ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇപ്പൊ 3-4 ചപ്പാത്തി കുറച്ച് ചിക്കൻ കറിയും കഴിച്ച് ഏകദേശം 3/4 രൂപയോളമായി. നമ്മൾ ഇന്നത്തെ തുകയിലല്ല നോക്കേണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 3/4 രൂപയോളമായി. അപ്പൊ അതിന്റെ വെയിറ്റർ വന്ന് ബില്ല് കൊടുത്തു. അപ്പൊ ബില്ലുമായിട്ട് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നായകൻ കൗണ്ടറിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ കൗണ്ടറിലേക്ക് ചെന്ന സമയത്ത് ബില്ല് അവിടെ വെച്ചു. പൈസ എടുക്കാനായിട്ട് പോക്കറ്റ് തപ്പിയപ്പോഴാണ് അയാൾ മനസ്സിലാവുന്നത് താൻ പോക്കറ്റ് അടിക്കപ്പെട്ടിരിക്കുന്നു. താൻ പോക്കറ്റ് അടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടി അയാള് നല്ലൊരു ജാള്യതയോടുകൂടി ആ കടയുടെ ഉടമയോട് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാശില്ല, താൻ പോക്കറ്റ് അടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾ പറയുകയാണ്. അപ്പൊ നമ്മുടെ കടയുടെ മുതലാളി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് രൂപവും ഭാവവും മാറും. ആ അടവൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കോട്ട് നീ ഇവിടെ ഊരി വെക്കും. കോട്ട് ഊരി വെക്കും എന്ന് പറയുന്ന സമയത്ത് ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് മറ്റു വഴികളൊന്നും ഇല്ലാതെ കോട്ട് ഊരി വെക്കുന്ന കഥാനായകനെ നമ്മൾ ആ കഥയുടെ പിൻഭാഗത്ത് കാണുകയാണ്. അയാൾ അവിടെ കൊണ്ട് നിന്നില്ല, അയാളോട് പാൻസും അവിടെ ഊരി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ആ കൃതിയിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്, അവിടെ മറ്റനേകം പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം നടക്കുന്ന സമയത്ത് ചുറ്റിലുമുള്ള മനുഷ്യരൊക്കെയും ചിരിക്കുന്നുവെന്ന് ബഷീർ എഴുതുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവണത അവിടെ ഉണ്ടാകുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വരികയാണ്. അയാളെ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് കടക്കാരോട് ചോദിക്കുന്നത്, ഞാൻ എത്ര രൂപയ്ക്കാണ് കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ എത്ര രൂപയ്ക്കാണ് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ ബില്ലെടുത്ത് കാണിച്ചു. അപ്പൊ അയാൾ തന്റെ കീസയിൽ നിന്ന് എത്രയാണോ രൂപയായത് 3/4 രൂപയോളം അവിടെ കൊടുത്തിട്ട് നമ്മുടെ നായകനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. പുറത്തെത്തിയ സമയത്ത് അയാൾ തന്റെ കയ്യിലുള്ള ഒരു 6-7 പേഴ്സുകൾ കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു, ഇതിൽ ഏതാണ് നിങ്ങളുടെ പേഴ്സ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഇയാളെ പോക്കറ്റ് അടിച്ച ആള് തന്നെയാണ് അയാളുടെ ആത്മാഭിമാനവും സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ആ കഥ അവിടെ കൊണ്ട് തീരുമ്പോൾ നമ്മുടെ മുമ്പിൽ ബാക്കിയാവുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ സാഹചര്യത്തിൽ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് നിങ്ങൾ കാണുന്നത് ആ കള്ളനായി ചിത്രീകരിച്ച മനുഷ്യരെയാണോ, അതോ ഒരാളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അവൻ രക്ഷിക്കാമായിരുന്നിട്ടും അപ്പോഴും ചിരിച്ചുകൊണ്ട് തുടർന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ മറ്റു മനുഷ്യരെയാണോ നിങ്ങൾ അവിടെ കൂടുതൽ തെറ്റുകാരായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ രക്ഷിക്കാൻ പല രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരെ ഒരു കരുത്തായി, അവരെ താങ്ങായി, തണലായി നിൽക്കാനൊക്കെ നമ്മൾക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആ സമയത്ത് മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്കൊരു മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നിമിഷത്തിൽ മനുഷ്യനാവുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾക്കൊരു മനുഷ്യനോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്താ? ഒരു മനുഷ്യനോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ചിരി സമ്മാനിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അയാൾ പറയുന്ന ഒരു കാര്യത്തിന് കേൾക്കാൻ ചെവി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് ഇടക്കൊന്ന് സംസാരിച്ച് വീണ്ടും സ്ക്രീനിലേക്ക് പോയ രീതിയിലാണ് നമ്മുടെ സംഭാഷണ രീതികളെല്ലാം. വളരെ രസകരമായ ഒരു കഥയുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്ന സമയത്താണ് തല ഉയർത്തി നോക്കിയത്, വീട്ടിൽ സംസാരിക്കാൻ കൊള്ളാവുന്ന 3-4 മനുഷ്യരുണ്ട്, അച്ഛനും അമ്മയും അനുജത്തിയും എന്നൊക്കെയാണ് ഇവരെ വിളിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ആരോട് സംസാരിക്കണം എന്നുള്ളിടത്ത് ഒരു റൂമിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്കൊന്നൊരു വെള്ളം വേണമെങ്കിൽ പോലും വീട്ടിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജാണ്, എനിക്ക് വെള്ളം വേണം, നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മൾക്ക് വെള്ളം കിട്ടുന്നത്. അപ്പോൾ വീടുകളിൽ പോലുമുള്ള സംഭാഷണങ്ങൾ മൊബൈൽ ഫോണിലേക്ക് മാറുന്ന ഒരു കാലയളവിൽ നേരിട്ടുള്ള മനുഷ്യരോട് സംസാരിക്കുന്ന പ്രവണതയിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കത് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ പാഠവും വരമ്പും കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്ര നിങ്ങളൊന്ന് ആലോചിച്ചു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോയിരുന്നത് സ്കൂളിലുള്ള കഥകൾ പറയാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ നടന്ന ഓരോ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ തന്റെ കൂട്ടുകാരികളുടെ അമളികളൊക്കെയും പറയാനുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നത്. ചിലപ്പോൾ കൂട്ടിയും കുറച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷെ ഇന്ന് നമ്മളുടെ കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെത്രത്തോളം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മളെടുത്ത് തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് വളരെ സജീവമായ ചർച്ചയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അവര് ഒരു കാര്യം പറയാൻ വരുന്ന സമയത്ത് കേൾക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടോ
അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിച്ച സമയത്ത് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ പറയാത്തത് കൊണ്ടോ എന്തോ നമ്മളുടെ നല്ല സംഭാഷണങ്ങൾ, നല്ല ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇത് നമ്മുടെ സ്കൂള് PTA കമ്മിറ്റിയൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കാണുമ്പോഴും അവർക്കിടയിലുള്ള ചില മോശം പ്രവണതകളെ നേരിട്ട് കാണേണ്ടി വരുന്ന ഒരു വിഭാഗത്തിലാണ് ഞങ്ങളുള്ളത്. അത് ലഹരിയുടെ കൈവഴിയിലേക്ക് പോകുന്ന കുട്ടികളെ ഞങ്ങൾക്ക് കാണേണ്ടി വരാറുണ്ട്. ചെറിയ തരത്തിലേക്കുള്ള ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത് പോലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ മറ്റ് പ്രവണതകളിലേക്ക്, ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന കുട്ടികളെ ഞങ്ങൾക്ക് കാണേണ്ടി വരാറുണ്ട്. അപ്പൊ ഇവിടെ ആർക്കാണ് പിഴവ് പറ്റുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ഓരോരുത്തർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക ഒരു കാര്യം, നമ്മൾക്ക് നല്ല കേൾവിക്കാരായി കൂടി മാറാൻ കഴിയണം. നമ്മുടെ കുട്ടികൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് നമുക്കത് കേൾക്കാൻ പറ്റണം. ഒരുപക്ഷെ അതിന് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മളത് കേൾക്കണം. അത് കേട്ട് അതിനെവിടെയാണോ അതിന് മരുന്നുള്ളത് അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവുമായ നിമിഷങ്ങളിലേക്ക് അവരെ ചേരുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും 99 വർഷത്തിന്റെ നിറസാന്നിധ്യത്തിൽ എത്തി നിൽക്കുന്ന ഈ സ്കൂള് ഇത്രയും കാലം ഈ മനോഹരമായ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരും വർഷങ്ങളിൽ വളരെ മികവാർന്ന പരിപാടികളോടുകൂടി മുന്നോട്ട് പോകാൻ കടവത്തൂർ UP സ്കൂളിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാനുള്ളത്. നിങ്ങളുടെ ശതാബ്ദി ആഘോഷങ്ങൾ ഏറെ മനോഹരമായി, ഏറെ വർണ്ണാഭമായി നടക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉപഹാര സമർപ്പണമാണ്. ചീഫ് ഗസ്റ്റ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPSന് ഉപഹാരം സമർപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ K. മുഹമ്മദ് ഫാറൂഖ്. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദിയിൽ നടക്കുന്നത് സ്റ്റാഫിന്റെ ഉപഹാര സമർപ്പണമാണ്. T. മുഹമ്മദ് അഷറഫ്, ജനറൽ സെക്രട്ടറി NIS. OSIയുടെ ഉപഹാര സമർപ്പണം നടത്തുന്നത് ഡോക്ടർ അബൂബക്കർ. അടുത്തതായി ഷദാ റഹ്മത്ത് മെമ്മോറിയൽ എൻഡോമെന്റ് ഉപഹാര സമർപ്പണമാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലഹന അസ്ലം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ അബൂബക്കർ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അംന മാറൂഫ്, മാത്സ് ജീനിയസ് അവാർഡ് അടുത്തതായി ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് മെമ്പർ മുനീറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. UP സ്കൂൾ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കടവത്തൂർ UP സ്കൂളിന്റെ സഫലമി സഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന 99 വാർഷികാഘോഷവും അധ്യാപകർക്കുള്ള യാത്രയപ്പ് പരിപാടിയുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ഈ വിദ്യാലയം എന്നും പ്രകാശം പരത്തുന്ന ഒരു ദീപം പോലെ തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ
സുദീർഘമായ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരായ ഫാറൂഖ് സാറിനും യാക്കൂബ് സാറിനും എൻ്റെ എല്ലാവിധ ആശംസകളും. അവരുടെ വിശ്രമ ജീവിതം ആനന്ദപൂർണ്ണമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ അവാർഡുകൾ കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഈ അധ്യാപകർ പകർന്നു നൽകിയ മൂല്യങ്ങളും വെളിച്ചവും അവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അബൂബക്കർ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഫലമീ സഫർ എന്ന പേരിലൂടെ നടക്കുന്ന 99ാം വാർഷികാഘോഷവും അതുപോലെ ഇവിടെ നിന്ന് യാത്ര പിരിഞ്ഞു പോകുന്ന ഔദ്യോഗിക സർവീസിൽ നിന്ന് യാത്ര പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട ഫാറൂഖ് മാസ്റ്റർ, അതുപോലെ യാക്കൂബ് മാസ്റ്റർ. യാക്കൂബ് മാസ്റ്റർ ഉറുദു അധ്യാപകനാണ്. അത് പറയുമ്പോൾ എനിക്ക് ഇവിടെ പറയാനുണ്ട്. കാരണം ഉറുദു എന്ന ഭാഷ ഒരു വലിയ ഭാഷയാണ്. ആ ഭാഷ ആദ്യമായി ഇവിടെ അധ്യാപക സലാമാഷ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഇവിടെ ഓർക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരുപാട് നേടാനുണ്ട്. ആ നേട്ടം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുക. ഇവിടെ എന്നിൽ നിന്നും അവാർഡ് സ്വീകരിക്കപ്പെട്ട 2 വിദ്യാർത്ഥികൾ, അവർ അവരുടെ പരിശ്രമത്തിൻ്റെ വിജയമായി അവർക്ക് ലഭിച്ചതാണ്. പക്ഷേ അവാർഡ് ലഭിക്കാത്തവർ നിരാശരാകില്ല. അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ആ രൂപത്തിൽ മുന്നോട്ട് പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും വിജയമുണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ 2 വ്യക്തികൾ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു പോകുമ്പോൾ നേരത്തെ നമ്മുടെ സുഹൃത്ത് ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ ഈ സ്കൂളിൻ്റെ ഓരത്ത് തന്നെ എന്നുമുണ്ടാകണം. ഈ സ്കൂളിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം പണ്ടെങ്ങോ കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഈ സ്കൂളിൻ്റെ കലാലയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെ അയവിറക്കാൻ ഈ സാഹചര്യം എനിക്ക് സന്തോഷം തരുന്നു. അതുപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി അവരുടെ ജീവിതയാത്രയിൽ, അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഔദ്യോഗിക ജീവിതം വിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നന്മ മാത്രം വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ് നൽകുന്നതിന് വേണ്ടി ബ്ലോക്ക് മെമ്പർ മുനീറയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫാത്തിമ AK 6th A, ലഹന അസ്ലം 7th B, മിൻഹ 7th C. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് അല്ലാമ ഇക്ബാൽ ഉറുദു ടാലന്റ് മീറ്റ് വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. സുമയ്യ 6th D. and 5th D.
ഈ വേദിയിൽ നടക്കുന്നത് ന്യൂമാത്സ് പരീക്ഷയിൽ ജില്ലാതല മത്സരത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണമാണ്. നൽകുന്നതിന് വേണ്ടി അഷ്റഫ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികൾക്കുള്ള അവാർഡ് ദാനമാണ്. നൽകുന്നതിന് വേണ്ടി കാട്ടൂർ മുഹമ്മൂദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. റിഫ്ല ഫാത്തിമ. ുള്ള സമ്മാനദാനം തുടരുന്നു. സമ്മാനദാനം നൽകുന്നത് NK അഹമ്മദ് മദൻ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മൊമന്റോ വിതരണം ചെയ്യുന്നത് കിഴക്കേടത്ത് അബൂബക്കർ, ഹന്ന മറിയം, റിദ്വ അനസ്, മുഹമ്മദ് KM, എന്നീ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ വിതരണം ചെയ്യുന്നത് തൊടുവയിൽ മഹമ്മൂദ്. രണ്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അബ്ദുല്ല, അഹ്റസ് എന്നീ വിദ്യാർത്ഥികളെയും അൽമാഹിർ അറബ് ഫൗണ്ടേഷൻ വിജയികൾക്കുള്ള മൊമന്റോ വിതരണം തുടരുന്ന സ്റ്റേജിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ വിരമിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപകൻ ഫാറൂഖ് മാസ്റ്റർ, ഉറുദു അധ്യാപകൻ യാക്കൂബ് മാസ്റ്റർ, മാനേജ്മെൻറ്റ്, PTA, OSA പ്രതിനിധികൾ, എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, രക്ഷിതാക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ വിദ്യാലയം 99 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത വർഷം ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനം 99 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ നാട്ടിൻ്റെ അവസ്ഥ നമുക്കൊന്നും നേരിട്ട് പരിചയമില്ലെങ്കിലും നമുക്ക് ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അക്ഷരാഭ്യാസമൊക്കെ വളരെ കുറഞ്ഞ ഒരു പ്രദേശത്ത് ഒരുപാട് നവോത്ഥാന നായകന്മാർ ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങണമെന്ന് ആലോചിക്കുകയും നമ്മുടെ
ചെമ്പ്രമൽ കുടുംബത്തിലെ ആളുകളോട് അത് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നത്. അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പ്രായമുള്ള ആളുകൾക്കും അക്ഷര വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരായിരുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിൽ പണ്ട് കാലത്തൊക്കെ പഠിപ്പിച്ചിരുന്നത്. അവരുടെയൊക്കെ മഹത്തായ ഒരു പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഈ നാട് ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തുകയുണ്ടായി. ഒരുപാട് ആളുകളുടെ കഠിനമായ പ്രവർത്തനവും നിസ്വാർത്ഥമായ സേവനവും പ്രാർത്ഥനയും കൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞത്. ഏതായാലും ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഒരു പ്രാഥമിക വിദ്യാലയത്തിനുള്ള പങ്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത്തരമൊരു പ്രവർത്തനം നടത്തി പിന്തുടർന്നു വരുന്ന ഈ സ്ഥാപനം 99 വർഷം കഴിഞ്ഞെങ്കിലും നേരത്തെ ഉദ്ഘാടകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും യൗവനത്തിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ പഴയ ആ തലമുറയിൽപ്പെട്ട ആളുകൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ കൊണ്ടുപോകാൻ ഇന്നും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. നേരത്തെയുള്ള ഒരുപാട് അധ്യാപകർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് കഴിവുള്ള വ്യത്യസ്തങ്ങളായ കഴിവുള്ള ഒരുപാട് ആളുകൾ ഒരു ടീം തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ വരികയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ പഴയ തലമുറ കാത്തു സൂക്ഷിച്ച ആ രൂപത്തിലുള്ള പ്രവർത്തനം നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ അധ്യാപകരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ടീം വർക്കാണ്. ഒരു വിദ്യാലയത്തിന് ഒരുപാട് സ്ട്രെങ്ത്തുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാഫുള്ള ഒരു വിദ്യാലയത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഈ സ്ഥാപനത്തിലെ എല്ലാ അധ്യാപകരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയും ഇവിടെ ആസൂത്രണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ടീം വർക്കോട് കൂടി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തിലെ ആളുകളുടെയും മാനേജ്മെൻറ്റിൻ്റെയും PTA-യുടെയും OSA-യുടെയും എല്ലാവരുടെയും ഒത്തൊരുമിച്ച പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനം ഇന്നത്തെ രീതിയിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരാനുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണമൊക്കെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വളർച്ച ഈ സ്ഥാപനത്തിന് ഇനിയും വരേണ്ടതുണ്ട്. ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് നേരത്തെ നമുക്ക് കൂടുതൽ ഡിവിഷനൊന്നും തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ പുതിയ ഒരു തലത്തിലേക്കുള്ള പുരോഗതി നമുക്ക് തീർച്ചയായും നമുക്കതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശത്ത് ഭൗതിക സൗകര്യത്തിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രദേശത്തെ സ്കൂളുകളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ആദ്യമായി നമ്മുടെ OSA-യുടെ ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ രൂപത്തിൽ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ സംവിധാനിച്ചു. അക്കാദമിക രംഗത്ത് നേരത്തെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിച്ചതാണെങ്കിലും ഭൗതിക സൗകര്യത്തിൽ വളരെ പ്രയാസം നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ സ്ഥാപനം. നമ്മുടെ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നതിന് മുമ്പേ അതിൽ ശക്തമായ ഒരു OSA പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന അതിനുവേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഈ
ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അക്കാദമികമായ കാര്യത്തിലും വിലയിലും നമുക്ക് ഒരുപാട് ഉയർച്ച കൈവരിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ USSന്റെ ഒക്കെ റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ അക്കാദമികമായ അവസ്ഥ, നമുക്ക് വിജയം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് വിരമിക്കുന്ന നമ്മുടെ എൻ്റെ പഴയ സഹപ്രവർത്തകരായിരുന്ന 2 അധ്യാപകരും കഴിഞ്ഞ 3 വർഷത്തിന് മുന്നേ ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചവർ എന്ന നിലക്ക് തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മുന്നിട്ട് നിന്ന 2 അധ്യാപകരാണ് നമ്മുടെ ഇന്ന് നമ്മുടെ ഈ അധ്യയന വർഷം നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഏതായാലും ഫാറൂഖ് മാഷ് മെയ് 31 വരെ ഈ സ്ഥാപനത്തിൽ ഔദ്യോഗികമായി ഡ്യൂട്ടിയിലുണ്ടാകും. യാക്കൂബ് മാഷ് ഈ മാർച്ച് 31 കൂടി നമ്മുടെ സർവീസിൽ വിരമിക്കുകയും ചെയ്യും. എങ്ങനെയായാലും നമ്മുടെ ഈ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ ഫാറൂഖ് മാഷിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഉറുദു അധ്യാപകൻ എന്ന നിലയിൽ 2ാമത്തെ അധ്യാപകനാണ് നമ്മൾ യാക്കൂബ് മാസ്റ്റർ. വളരെ ചുരുങ്ങിയ കാലം നേരത്തെ ഇവിടെ പഠിപ്പിക്കുകയും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെയൊക്കെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ സർവീസ് കിട്ടിയിട്ടുള്ളെങ്കിലും ആ സമയത്ത് നമ്മുടെ ഉറുദു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പുരോഗതി ഫാറൂഖ് മാസ്റ്റർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ സ്കോളർഷിപ്പ് പരീക്ഷയിലൊക്കെ വിജയിച്ച ഒരുപാട് ആളുകൾക്ക് നമ്മൾ അവാർഡൊക്കെ വിതരണം ചെയ്തു, ഉറുദു സ്കോളർഷിപ്പ് പരീക്ഷയിലൊക്കെ. അപ്പോൾ അക്കാദമിക രംഗത്തൊക്കെ ഉറുദു പരീക്ഷകളിലൊക്കെ സ്കോളർഷിപ്പ് പരീക്ഷകളൊക്കെ വളരെ മികച്ച വിജയം കൈവരിക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞു. അതിനൊക്കെ നേതൃത്വം നൽകിയ പ്രഗത്ഭരായ 2 അധ്യാപകരാണ് നമ്മുടെ സർവീസിന് വിരമിക്കുന്നത്. ഇനിയുള്ള അവസരങ്ങളിലും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അവരുടെയൊക്കെ സജീവമായ പങ്കും സഹകരണവും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 വർഷത്തിലേക്ക് കടക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ നമ്മുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഒരു പ്രഖ്യാപനവും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ സമ്മേളന വേദിയിൽ വെച്ച് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയത്. ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രൂപത്തിൽ അക്കാദമികവും ഭൗതികപരവുമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആശംസകൾ നടന്നുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷിതാക്കൾക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇവിടെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 2 വാക്ക് മാത്രം പറയുകയാണ്. ഇവിടെ ഭൗതിക സാഹചര്യങ്ങളെപ്പറ്റി നമ്മൾ അടുത്ത വർഷം 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് ശതാബ്ദി ആഘോഷിക്കുന്നത് ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് പുതുതായിട്ട് ഇവിടെ ഭൗതിക സാഹചര്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന് ഞങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ ഏതോ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മുഴുവൻ ആളുകളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളും അവിടെ ഇനി എന്ത് ഭൗതിക സാഹചര്യമാണ് അവിടെ ഒരുക്കേണ്ടത്, എല്ലാം ആയിക്കഴിഞ്ഞ ഒരു സ്ഥാപനമല്ലേ എന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പോലും പറയുകയുണ്ടായി. അതിന് ഞാൻ വെറുതെ പറയുന്നതിൽ അതിന് ഇവിടെയുള്ള എൻ്റെ കൂടെ പങ്കെടുത്ത അധ്യാപകർ സാക്ഷിയുമാണ്. അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ 10:30 മണിക്ക് നമ്മുടെ പരിപാടി തുടങ്ങി 11 മണിക്ക് ഇവിടെ വിവിധ കഴിവ് തെളിയിച്ച വിവിധ വിദ്യാർത്ഥിനികൾക്ക് പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് അങ്ങനെ അത് 1 മണി വരെ നീണ്ടുപോയി. ഞാനിവിടുന്ന് ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോകുമ്പോഴും ആ അവാർഡ് ദാന വിതരണം അവസാനിച്ചിരുന്നില്ല. അങ്ങനെ വീണ്ടും വന്നപ്പോൾ വീണ്ടും ഇവിടെ അവാർഡുകൾ കൊടുക്കാൻ വേണ്ടി കുട്ടികൾ ഒരുങ്ങി നിന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇതൊക്കെ അക്കാദമിക് രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ ധാരാളമുള്ളത് കൊണ്ടാണ്
ഇത്രയും സമയം ഈ അവാർഡുകൾ വിതരണം ചെയ്തേണ്ടി വന്നത് എന്നും കൂടി നമുക്ക് അങ്ങനെയുള്ള ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് വിരമിച്ച് പോകുന്ന 2 സഹപ്രവർത്തകർ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത 2 സഹപ്രവർത്തകർ, അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം അതൊരു ഭംഗിവാക്കായിട്ട് പറയുകയല്ല. ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ ഫാറൂഖ് മാഷുമായിട്ടാണല്ലോ, കാരണം അയാൾ HM ആയതുകൊണ്ട് പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടുമ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഡിസിപ്ലിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റുള്ള ഏത് കാര്യത്തിലും വളരെ നല്ല നിലയിൽ അതൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് അതൊക്കെ നടപ്പിൽ വരുത്തിയ ഒരു നമുക്ക് ഏറ്റവും ഈ സ്ഥാപനത്തിന് വേണ്ടപ്പെട്ടതായിരുന്ന ഒരു അധ്യാപകനാണ് ഫാറൂഖ് മാസ്റ്റർ എന്ന് കൂടി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ യാക്കൂബ് മാസ്റ്ററും ഈ വെറുമൊരു ഉറുദു അധ്യാപകൻ എന്നുള്ള നിലയിലല്ല, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രംഗങ്ങളിലും സ്പോർട്സ് ആകട്ടെ അതുപോലെ തന്നെ കലാരംഗത്താകട്ടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഈ 2 പേരും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത് നമുക്ക് നഷ്ടം തന്നെയാണ്. ഏതായാലും അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം എന്ന നിലയിൽ ആ നിയമത്തെ നമുക്ക് മറികടക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പിരിഞ്ഞു പോയേ പറ്റൂ. ഞാനും അങ്ങനെ പിരിഞ്ഞു പോയ ആളാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ യാത്രാ മംഗളങ്ങളും ഞാൻ വളരെ ആത്മാർത്ഥമായി ഇന്ത്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. വളരെ ആത്മാർത്ഥമായി ഞാൻ അവർക്ക് നേരുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇതെന്നെ കുറച്ച് അധികമായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. MPTA-യുടെ ഒരു സ്നേഹോപഹാരമാണ് നൽകുന്നതിന് വേണ്ടി MPTA പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതുപോലെ ഒരുപാട് കത്തി കേട്ടിരിക്കുന്ന ആളുകളാണ്. ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഈ പണ്ടാരങ്ങളൊന്ന് ഇറങ്ങിപ്പോയാൽ മക്കളെ കലാപരിപാടി കാണാൻ കാത്തിരിക്കുന്നവരാണ് രക്ഷിതാക്കൾ എന്ന പൂർണ്ണ ബോധ്യമുണ്ട്, നല്ല ബോധ്യമുണ്ട്. എല്ലാ ആശംസകളും. ഫാറൂഖ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിനു മുമ്പായി നമ്മുടെ ഈ ബിഗ് സ്ക്രീനിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. എല്ലാവരെയും ആ ബിഗ് സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് K. മുഹമ്മദ് ഫാറൂഖ് എന്നത്. 1996 ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ചുവടുവെച്ച ആ യുവാവ് ഇന്ന് 30 വർഷത്തെ സുദീർഘമായ സേവനത്തിന്റെയും 3 വർഷത്തെ മാതൃകപരമായ നേതൃത്വത്തിന്റെയും നിറവിൽ പടിയിറങ്ങുമ്പോൾ അതൊരു വ്യക്തിയുടെ നിർമ്മിക്കലല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ തന്നെ അടയാളപ്പെടുത്തലാണ്. 1970 കരിയാടിന്റെ മണ്ണിൽ അബൂബക്കറിന്റെയും സുലൈഖയുടെയും മകനായി ജനിച്ച മുഹമ്മദ് ഫാറൂഖ് അറിവിന്റെ യാത്ര തുടർന്നത് ഗവൺമെന്റ് UP പുതുശ്ശേരിയിൽ നിന്നുമാണ്. തുടർന്ന് കരിയാട് നമ്പ്യാർ സ്കൂളിലെ പഠനകാലം നിർമ്മലഗിരിയിലെയും മടപ്പള്ളിയിലെയും ക്യാമ്പസ് ജീവിതവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി. ആലപ്പുഴ TDTTയിൽ നിന്നും നേടിയ അധ്യാപക പരിശീലനം വെറും ഒരു ബിരുദമായിരുന്നില്ല, മറിച്ച് വരും തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു നിയോഗത്തിന്റെ തുടക്കമായിരുന്നു. 4ലും 5ലും പഠിക്കുന്ന കുരുന്നുകളുടെ ഉള്ളിലെ കൗതുകങ്ങൾക്ക് ചിറകു നൽകിക്കൊണ്ടാണ് അദ്ദേഹം അധ്യാപക ജീവിതം ആഘോഷമാക്കിയത്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതം പഠിപ്പിച്ച ഗുരുനാഥനായിരുന്നു അദ്ദേഹം. കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിന്റെ കലാമേളകളിലും കായിക മേളകളിലും ഫാറൂഖ് മാസ്റ്റർ എന്ന ആ പേരിൽ ആവേശത്തിന്റെ പര്യായമായി. പകൽ വെളിച്ചത്തിലും രാത്രിയുടെ നിശബ്ദതയിലും വിദ്യാലയത്തിന്റെ യശസ്സിനായി നടക്കുന്ന ആ നേതൃത്വം ഉപജില്ലാ ജില്ലാ തലങ്ങളിൽ വിദ്യാലയത്തിന്റെ വെല്ലുവിളി പാലിച്ചു.
പ്രിയപ്പെട്ട ഫാറൂഖ് മാസ്റ്റർ അങ്ങ് പകർന്നു നൽകിയ അറിവും സ്നേഹവും ആയിരക്കണക്കിന് ശിഷ്യരിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രകാശിച്ചു നൽകി. ഈ വിദ്യാലയത്തിൻ്റെ ചുവടുകൾക്ക് പോലും അങ്ങയുടെ ശബ്ദവും സാന്നിധ്യവും സുപരിചിതമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ലോകത്തിൽ അങ്ങ് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വിശ്രമ ജീവിതത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിൽ സർവേശ്വരൻ അങ്ങേക്കും കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി നമ്മുടെ ഈ കാലാവസ്ഥയുടെ ഒരു അസൗകര്യം കൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പല യാത്രയപ്പ് യോഗങ്ങളിലും മറ്റുള്ളവരുടെ യാത്രയപ്പ് യോഗങ്ങളിലും പ്രസംഗിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം യാത്രയപ്പാകുമ്പോൾ അതിനൊരു പരിമിതി സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമുക്കറിയാം, നേരത്തെ ഇവിടെയുള്ള ആളുകളൊക്കെ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയം ഒരു 100 വർഷ ചരിത്രത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ അവസരത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ കൂടെ ഒരു 30 വർഷക്കാലം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിദ്യാലയത്തിനും ഈ നാടിനൊക്കെ അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ എനിക്ക് ഈ വിദ്യാലയവും ഈ പരിസരവും ആളുകളും ഇവിടെയുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സഹപ്രവർത്തകരൊക്കെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തു. അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു വിജയമല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും കൂട്ടമായി എന്തൊക്കെയോ ചെയ്തു. അതിലൊരു ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ ഒരു വൈകുന്നേരം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ ഓർമ്മകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പറയാനുള്ള ഒരു പ്രിപ്പറേഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മുടെ യാത്രയപ്പിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് ചില സമയത്ത് നമുക്ക് കഴിയില്ല. ഏതായാലും നിങ്ങൾ തന്ന ഈ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനും നന്ദി പറയാൻ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യമായി ഈ ഇത്തരത്തിലുള്ളൊരു യാത്രയപ്പ് നൽകിയതിന് നിങ്ങൾ ഓരോരുത്തരോടും നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫ്, ഇവിടെയുള്ള PTA, മാനേജ്മെൻറ്റ് കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, രക്ഷിതാക്കൾ, ഇവിടെയുള്ള പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. നേരത്തെ നമ്മുടെ പറയേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ ഉദ്ഘാടകൻ വളരെ നന്നായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് വിദ്യാഭ്യാസം എന്നൊക്കെ വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഒരു അധിക പ്രസംഗത്തിനൊന്നും ഞാനിവിടെ മുതിരുന്നില്ല. ഏതായാലും നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1927 തുടങ്ങിയ ആ കാലഘട്ടത്തിലെ ദിഷണാശാലികളായ ആളുകൾ തുടങ്ങിയ ഈ സ്ഥാപനം ആർ അഹമ്മദ് മുസ്ലിയാർ നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം അത് ഏറ്റെടുത്ത് വളരെ
വളരെ കാലം വളരെ മികച്ച രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ഥാപനം. പിന്നീട് NIS കമ്മിറ്റി ഏറ്റെടുത്ത് വളരെ നന്നായി ഈ ഒരു 100-ാം വർഷത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തിളക്കത്തോടുകൂടി ഇതിനെ നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ പൂർവികരായ ധാരാളം ആളുകൾ, അവരെയൊക്കെ അനുസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരുടെയൊക്കെ ഒരു വലിയ ത്യാഗത്തിൻ്റെ ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് നമുക്കറിയാം. അവരെ സ്മരിക്കുക എന്നുള്ളതാണ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നത്. അവരൊക്കെ നമുക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ വ്യക്തികൾക്ക് ഇതിൽ ഒരു പ്രാധാന്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വ്യക്തികൾ മാറി മാറി വരും. നമ്മളെ ഈ ഒരു പരമ്പര അങ്ങനെയാണ്. നമ്മുടെ പൂർവ്വ അധ്യാപകരൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉഴുതുമറിച്ച ഒരു മണ്ണിലൂടെ നമ്മൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ നമ്മളതിൽ ഒരു വിത്തിറക്കേണ്ട പണി മാത്രമേ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വിളവുള്ള മണ്ണാക്കി അതിനെ മാറ്റിയവരാണ് ഇവിടെയുള്ളൊക്കെ പൂർവ്വ അധ്യാപകരായി ഇവിടുന്ന് പിരിഞ്ഞുപോയ ആളുകൾ. അതിൽ നമ്മുടേതായ ഒരു പങ്ക് അതിൽ വഹിച്ചു എന്നുള്ളത് മാത്രമാണ്. ഏതായാലും അവരെയൊക്കെ നമുക്ക് അനുസ്മരിക്കേണ്ടതുണ്ട്. ഞാൻ 1996 ഈ വിദ്യാലയത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ നേരത്തെ ഇവിടെ ഈ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ച പോലെ എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പോലും എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു, എൻ്റെ സഹോദരൻ അധ്യാപകനായിരുന്നു, പിന്നെ എൻ്റെ സഹോദരി ഭർത്താവ് ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ അധ്യാപകരുടെ ഒരു നിര എൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രന്മാർ അധ്യാപകരായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു പ്രചോദനമൊക്കെ ഉണ്ടെങ്കിൽ പോലും യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അത് ഈ ജോലിയോട് ആദ്യം ഇഷ്ടപ്പെട്ട് വന്നതല്ലെങ്കിൽ പോലും ജോലിയിൽ പ്രവേശിച്ച ശേഷം ആ ജോലിയിൽ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ആ ജോലിയെ പിന്നീട് സ്നേഹിച്ചു. അങ്ങനെ ഇതിൽ താല്പര്യത്തോടെ വന്ന ഒരാളാണ് ഞാൻ. ഏതായാലും എല്ലാവരും എനിക്ക് വലിയ പിന്തുണ ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്. ഇവിടെയുള്ള നാടും ഇവിടെയുള്ള പരിസരമൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു പ്രദേശം കൂടിയാണിത്. എനിക്കറിയാം, എൻ്റെ സഹോദരിയുടെ നാട് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ മുമ്പേ ഒരു 80-85 കാലം മുതൽ എനിക്ക് കടവത്തുമായി ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഈ പ്രദേശത്തൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. സ്കൂളിൽ വരുന്നതിനൊക്കെ എത്രയോ മുമ്പും എനിക്കറിയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാടുമായിട്ട് ആദ്യം ഒരു ബന്ധമുണ്ട്. പിന്നീട് ഈ സ്കൂൾ വരുന്നതിൻ്റെ സമയത്ത് തന്നെ ഒരു വിവാഹ ബന്ധം, ഞാൻ ഇവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ ഈ പ്രദേശത്തുകാരന് പിന്നെ ഒരു നല്ലൊരു ബന്ധം അതിനുശേഷം വന്നു. അങ്ങനെ ഈ നാടുമായി ധാരാളം ബന്ധങ്ങളും ഒക്കെ പിന്നീട് വന്നു. അപ്പോൾ ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധമായി. അങ്ങനെ ഇവിടെ ഒരു 10-30 വർഷക്കാലം നമ്മൾ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചരിതാർത്ഥ്യം ഉണ്ട്. ഏതായാലും എല്ലാവരും നൽകിയ പിന്തുണ, എൻ്റെ കുടുംബം ഒക്കെ വലിയ പിന്തുണ ഈ കാര്യത്തിൽ. കാരണം നമുക്കറിയാം, അധ്യാപകനായി നിൽക്കുമ്പോൾ അത്ര പ്രയാസം വരില്ല. നമ്മളൊരു 3 വർഷക്കാലം ഞാനൊരു ഹെഡ് മാസ്റ്റർ എന്നുള്ളൊരു പദവിയിലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ സമ്മർദ്ദം ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുടുംബമൊക്കെ നല്ല പിന്തുണ ആ കാര്യത്തിൽ പിന്നെ എനിക്ക് തന്നു. കുടുംബം മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവരും ഉള്ള ഒരു സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ ഈ പ്രദേശത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തുടർന്നും ഈ വിദ്യാലയത്തിൻ്റെ ഈ 100 വർഷമൊക്കെ പൂർത്തിയാക്കുന്ന സമയത്തൊക്കെ തുടർന്നും ഈ വിദ്യാലയ ഉയർച്ചയിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഏതായാലും അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം ഈ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4-ാം ക്ലാസ്സിൽ കുറേ കാലം ഞാനുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികളുടെ മക്കളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അവരൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം, അവർ തുടർന്നും അവരൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളായി ഇവിടെ വരും. നമ്മളും പൂർവ്വ അധ്യാപകരായിട്ടൊക്കെ ഇവിടെ വരും. ആ സമയത്തൊക്കെ അവരെ കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എൻ്റെ കൂടെ പിരിയുന്ന യക്കൂബ് മാഷും ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ്. ഞാൻ ഒറ്റക്കായി പോകുന്നതിന് എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടി ഉണ്ടായപ്പോഴാണ് കൂടുതൽ പിന്നെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന യക്കൂബ് മാഷ്. നമുക്കറിയാം, അദ്ദേഹം നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണത്തിൻ്റെ ചാർജുള്ള ഒരു അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത് വളരെ കൃത്യമായി അതൊക്കെ എന്നെ സഹായിച്ച, എനിക്കത് ആ രംഗത്തിനൊക്കെ ഒരു കാര്യവും ആലോചിക്കുക പോലും കൂടി വന്നില്ല. അത്രയും കൃത്യമായി അതൊക്കെ ചെയ്ത് എൻ്റെ കൂടെ നിന്ന യക്കൂബ് മാഷെ ഞാനിവിടെ ഓർമ്മിക്കണം. അദ്ദേഹം ഉറുദു അധ്യാപക നിലയിൽ മാത്രമല്ല, ഉറുദുവിൻ്റെ ഇപ്പോൾ ഇവിടെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയ ടാലൻ്റ് ടെസ്റ്റ് ഈ വർഷവും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. പിരിയുന്ന വർഷമൊക്കെ സാധാരണ നമ്മൾ
കുറച്ച് പിന്നോട്ടടിക്കുമല്ലോ, ഒന്ന് ലീവൊക്കെ എടുത്ത് മാറിയിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ അദ്ദേഹം ഈ ഒരു പിരിയുന്ന സമയത്ത് പോലും കർമ്മോത്സുകനായി നമ്മുടെ കൂടെ ഈ പരിപാടിയിലൊക്കെ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഉറുദു ഭാഷയിൽ കലാരംഗത്തും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച യക്കൂബ് മാഷ്, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും കൂടി ഈ അവസരത്തിൽ മറ്റവസരമില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരുകയാണ്. ഏതായാലും ഈ യാത്രയിൽ എനിക്ക് വളരെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന 2 അനുഭവങ്ങളും കൂടി പറയാനുണ്ട്. എൻ്റെ കൂടെ ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമദ്, നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹം ഒരു അസുഖബാധിതനായി വിശ്രമത്തിലാണ്. ഒരു നിഴല് പോലെ ഈ വിദ്യാലയത്തിൽ ഈ HM ആയ സമയത്ത് എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹം അദ്ദേഹത്തിനിവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം വല്ലാതെ ഒരു വേദനയായി ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം അസുഖമായ വിശ്രമത്തിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും അതുപോലെ PK നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട നമ്മുടെ കമ്മിറ്റിയുടെ നെടുന്തൂണായ അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. ഏതായാലും നമ്മുടെ PTA കമ്മിറ്റി, അതുപോലെ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി ഒക്കെ ഈ അടുത്ത കാലത്തായി ഈ വിദ്യാലയത്തിൽ നടത്തിയ വലിയ മുന്നേറ്റങ്ങളുടെ ഒരു കഥ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്. പക്ഷേ കുറച്ച് പേരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാനിവിടെ അധ്യാപനായി വരുമ്പോൾ എടപ്പാറ കുഞ്ഞാമോദ് മൗലവി അദ്ദേഹമായിരുന്നു എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ ഒപ്പുവെച്ചത്. അദ്ദേഹത്തിനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരു മഹാപണ്ഡിതൻ്റെ കയ്യൊപ്പോടു കൂടിയാണ് എനിക്ക് ഈ വിദ്യാലയത്തിൽ വരാൻ കഴിഞ്ഞത് എന്ന വലിയൊരു ഭാഗ്യം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. അതുപോലെ ധാരാളം ആളുകൾ, മമ്പള്ളി ഖാദർ മാസ്റ്റർ, CH അബൂക്കർ മാസ്റ്റർ, CH അബ്ദുറഹിമാൻ മൗലവി, അങ്ങനെയുള്ള ധാരാളം ആളുകൾ, ഞാൻ പേര് വിട്ടുപോകുന്നുള്ള ഭയം കൊണ്ടാണ് പേരുകൾ ഞാൻ പറയാതിരിക്കുന്നത്. തൊടുവയിൽ കുഞ്ഞബ്ദുല്ല, ഇവരൊക്കെ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായി. K മൊയ്തു മാസ്റ്റർ, അതും കൂടി പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കൂടെ ഈ വിദ്യാലയത്തിൻ്റെ ഓരോ വളർച്ചയിലും താങ്ങും തണലുമായി നിന്ന K മൊയ്തു മാസ്റ്റർ, അതുപോലെ റഹ്മാനിക്ക് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നയിച്ച അദ്ദേഹമൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഇതിൽ പങ്കുവഹിച്ച അദ്ദേഹം, അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് പൊയിൽ അബ്ദുല്ലക്ക, അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തെ നേതൃത്വത്തിലുള്ള OSI കമ്മിറ്റി ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ ഇവിടെ ഓർക്കാതെ വയ്യ. അതുപോലെ പിന്നെ നമ്മുടെ സർവീസിൽ നിന്ന് ഇരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ നെല്ലൂർ മുഹമ്മദ് മാസ്റ്റർ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മരിച്ചുപോയ സലാം മാസ്റ്റർ, അതുപോലെ മമ്പള്ളി അബ്ദുല്ല മാസ്റ്റർ, ലക്ഷ്മി ടീച്ചർ, ഇവരൊക്കെ നമ്മുടെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന നമ്മുടെ കൂടെ പ്രവർത്തിച്ച അധ്യാപകർ എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അവരെയൊക്കെ. ഏതായാലും നമ്മുടെ പുതിയ തലമുറയിലെ നമ്മുടെ ടീം, ഇവിടെയുള്ള ഒരു ടീം, അതാണ് നമ്മുടെ ഒരു വലിയ അസറ്റായിട്ട് ഞാൻ കാണുന്നത്. അവരാണ് എല്ലാം ചെയ്തത്. അവരുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഒരു അഭിമാനത്തോടെ അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനം മാത്രമാണുള്ളത്. നമ്മുടെ വ്യക്തികൾക്ക് അതിൽ വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഈ വിദ്യാലയം എന്നുള്ള ഈ വലിയ വൃക്ഷം, അതിൻ്റെ വേരുകൾ വളരെ ആഴ്ന്നിറങ്ങിയ വേരുകൾ അതിവിടെ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അതിനെ നിലനിർത്തുകയും അതിനെ പരിപോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഈ ഒരു അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തന്ന ഈ യാത്രയെപ്പറ്റിന് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അറിവിൻ്റെ നിലാവെളിച്ചം പകർന്നു നൽകി സ്നേഹത്തിൻ്റെ മധുരഭാഷയുമായി കടവത്തൂർ UP സ്കൂളിൻ്റെ ഹൃദയമിടിപ്പായി മാറിയ പ്രിയപ്പെട്ട യാക്കൂബ് മാസ്റ്റർ ഇന്ന് പടിയിറങ്ങുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൻ്റെ പടവുകൾ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ മാസ്റ്റർ ബാക്കി വെക്കുന്നത് മായാത്ത പുഞ്ചിരിയും തലമുറകളുടെ ഹൃദയത്തിൽ കോറിയിട്ട മരിക്കാത്ത ഓർമ്മകളുമാണ്. ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ വഴിയിൽ 1970 ഫെബ്രുവരി 10 പുത്തൂരിൻ്റെ മണ്ണിൽ മൊയ്തുവിൻ്റെയും കുഞ്ഞാമിയുടെയും മകനായി ജനിച്ച യാക്കൂബ് മാസ്റ്ററുടെ ജ്ഞാനയാത്ര പുത്തൂർ LP സ്കൂളിൽ നിന്നാണ് ആരംഭിച്ചത്. കൊളവല്ലൂർ ഹൈസ്കൂളിലെയും തലശ്ശേരി ഉസ്മാൻ സ്മാരക കോളേജിലെയും പഠനം അദ്ദേഹത്തെ മികച്ചൊരു അധ്യാപകനാക്കി മാറ്റി. ഭാഷാ പഠനത്തിൽ മാസ്റ്റർ നേടിയെടുത്ത മികവ് സമാനതകളില്ലാത്തതാണ്. ഉറുദു ഭാഷയിൽ ഉറുദു പ്രിലിമിനറി, ഉറുദു ഫൈനൽ, ഉറുദു ഹയർ പരീക്ഷകൾ മികച്ച നിലയിൽ വിജയിക്കുകയും ഉറുദു ടീച്ചർ ട്രെയിനിങ് പൂർത്തിയാക്കുകയും ചെയ്തു. അതോടൊപ്പം
ടീച്ചർ കോഴ്സും പൂർത്തിയാക്കി. ഉറുദു, ഹിന്ദി ഭാഷകളിൽ അദ്ദേഹം നേടിയ ഈ ഉന്നത വൈദഗ്ധ്യം അധ്യാപന രംഗത്ത് അദ്ദേഹത്തിന് കരുത്തായി മാറി. 2007 കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിൽ ഉറുദു അധ്യാപകനായി ചുവടുവെച്ചതോടെയാണ് മാസ്റ്ററുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം ആരംഭിക്കുന്നത്. കഠിനമെന്ന് പലരും കരുതിയിരുന്ന ഉറുദു അക്ഷരങ്ങളെ തേൻതുള്ളികളാക്കി മാറ്റി വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടതാക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അല്ലാമ ഇക്ബാൽ ടാലന്റ് പരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലും കലോത്സവ വേദികളിലും ഈ വിദ്യാലയത്തിൻ്റെ പേര് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മുഴങ്ങിക്കേട്ടപ്പോഴെല്ലാം അതിന് പിന്നിൽ മാസ്റ്ററുടെ കഠിനാധ്വാനവും കൃത്യമായ മാർഗനിർദ്ദേശവും ഉണ്ടായിരുന്നു. സഹപ്രവർത്തകർക്കിടയിൽ മാന്യവും സൗമ്യവുമായ ഇടപെടലുകൾ നടത്തുന്ന ഒരൊറ്റ സുഹൃത്തായിരുന്നു അദ്ദേഹം. വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചുമതല വഹിക്കുമ്പോൾ മാസ്റ്റർ പ്രകടിപ്പിച്ച കൃത്യനിഷ്ഠയും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവും ഏവർക്കും മാതൃകയാണ്. ഒരു അധ്യാപകൻ എന്നതിലുപരി വിദ്യാർത്ഥികളുടെ സ്നേഹനിധിയായ ജ്യേഷ്ഠനായും രക്ഷിതാവായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു നല്ല അധ്യാപകൻ മെഴുകുതിരി പോലെയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ അത് സ്വയം വരികയും പ്രിയപ്പെട്ട മാസ്റ്റർ താങ്കൾ പകരുന്നതെന്ന അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം ഈ കലാലയത്തിൻ്റെ ചുവടുകളിൽ എന്നും ജീവിച്ചു നിൽക്കും. വിശ്രമ ജീവിതത്തിൻ്റെ പുതിയ നാളുകൾ ആരോഗ്യപൂർണ്ണവും സന്തോഷകരവുമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹാദരങ്ങളോടെ കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂൾ കുടുംബം. മറുപടിക്ക് വേണ്ടി യാക്കൂബ് സാറിനെ ക്ഷണിക്കുന്നു. മഴവിൻ്റെ സമയമായി ഞാൻ അധികം സംസാരിക്കുന്നത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ 20 വർഷം മുമ്പ് എൻ്റെ സ്കൂളിൻ്റെ തുടക്കമാണ് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ HM കുമാർ മാസ്റ്ററായിരുന്നു. അന്നിവിടെ കഷ്ടി ഒരു 600 കുട്ടികളെ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് LKG UKG അടക്കം 1200ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ല. നമ്മുടെ ശക്തമായ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലുകൾ, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ശക്തമായ വളരെ കഠിനമായ ഹാർഡ് വർക്ക്, ഇതൊക്കെ ഒന്നിച്ചു കൂടിയപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ സ്കൂൾ ഒന്നാമതായി എത്തി എന്ന് നാം മനസ്സിലാക്കി. കടവത്തൂർ വെസ്റ്റ് സ്കൂളിലെ ഒരു സ്റ്റാഫായി എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. ഈ ചെറിയ സർവീസിനുള്ളിൽ 6 HMമാരുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതിൽ നിന്ന് എനിക്ക് ഒരു വലിയൊരു സന്തോഷമായി തോന്നുകയാണ്. കുമാരൻ മാസ്റ്റർ, ലക്ഷ്മി ടീച്ചർ, നാണി ടീച്ചർ, അശോക് മാസ്റ്റർ, അഷ്റഫ് മാസ്റ്റർ, ഇപ്പോൾ എൻ്റെ സമപ്രായക്കാരനായ ഫറൂഖ് മാസ്റ്റർ, എല്ലാവരിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. 12 വർഷത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് അധ്യാപക വൃത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും ഒരു അമ്പരപ്പായിരുന്നു. ഞാൻ ആദ്യം പോയ ക്ലാസ് ഞാൻ ഇന്നും ഓർക്കുകയാണ്. കുമാരൻ മാഷെ ഒരു ക്ലാസ്സിൽ ചെയ്യാമെന്ന് തോന്നുന്നു. അവിടെ പോയപ്പോൾ ശരിക്കൊരു വിറയലാണ്. കാരണം ഗൾഫിൽ 10-12 കൊല്ലം കഴിഞ്ഞ് പെട്ടെന്നാണ് സ്കൂളിലേക്ക് കയറുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സപ്പോർട്ടുള്ള പേടിയൊക്കെ മാറി. പിന്നീട് എനിക്കുണ്ടായ ഉൾക്കണ്ട, ഇവിടെ അറബിക്കിന് 4 അറബിക് അധ്യാപകർ. അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇവിടെ നിലനിൽക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തിനുള്ളിൽ കുട്ടികളുടെ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല എന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാം. ഒരു വർഷം പോലും ഇപ്പോൾ എനിക്ക് ഉറുദുവിനെ ആവശ്യമുള്ള കുട്ടികൾ മാത്രമല്ല, അതിൻ്റെ ഇരട്ടി കുട്ടികൾ ഉറുദു പഠിക്കാനുണ്ട് എന്ന സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഈ സർവീസുള്ള ആദ്യഘട്ടത്തിൽ വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാതെ ശരിയല്ല. അത് എനിക്ക് നല്ലൊരു ക്ലാസ് റൂം
എനിക്ക് കിട്ടിയിരുന്നില്ല. ആവശ്യത്തിന് ഫർണിച്ചർ ലഭിച്ചിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആയതിനു ശേഷമാണ് നല്ലൊരു ക്ലാസ് റൂമും ആവശ്യത്തിൽ കൂടുതൽ ഫർണിച്ചറും അനുവദിച്ചിരുന്നു. ശേഷം വന്ന ഫാറൂഖ് മാഷും നല്ല സൗകര്യം ഉണ്ടാക്കി തന്നു. ഇവരെൻ്റെ ഹെഡ് മാസ്റ്റർമാരുടെ കാലഘട്ടമാണ് എൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് പിന്നെ ഉറുദു ടാലൻറ്റ് ടെസ്റ്റ് പോലെയുള്ള പരീക്ഷകൾ, മറ്റ് ക്വിസ് മത്സരങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു. എനിക്കൊരു ആത്മവിശ്വാസം കൂടിയ കാലഘട്ടമാണ് ഈ രണ്ട് അച്ഛന്മാരുടെ കാലഘട്ടം. അവരെ എത്തി ഞാൻ പറയുന്നതല്ല, മറ്റുള്ള അച്ഛന്മാർ മോശക്കാരെന്നല്ല, എനിക്ക് ആ സൗകര്യക്കുറവുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാരോടുണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ വളരെ താഴ്മയോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ സ്കൂളിൽ അത്രയും പെട്ടെന്ന് ഒരു PTA അധ്യാപകനെ നിങ്ങൾ നിയമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കായിക പരിശീലനം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്കൂൾ ആകമാനമുള്ള ഒരു അച്ചടക്കത്തിൽ അത് വളരെ വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. വരാൻ പോകുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇബ്രാഹിം മാഷിന് അത് വലിയൊരു ആശ്വാസമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ എനിക്കിവിടെ പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവർ ഈ ഇത്രയും വർഷത്തിനുള്ളിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം അവരൊന്നും എനിക്കുണ്ടായിട്ടില്ല. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. എല്ലാവരും ഒത്തൊരുമയുള്ള, നല്ല സ്നേഹത്തിലുള്ള, ഒരു കുടുംബം പോലെയുള്ള ഒരു സെറ്റപ്പായിരുന്നു നമ്മുടെ സ്റ്റാഫ്. ആർക്കും അന്യോന്യം വെറുപ്പില്ല. തിരിച്ചങ്ങോട്ടും ഞാൻ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവരോടും മോശമായി പെരുമാറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ സ്കൂളിൻ്റെ 99ാം വാർഷിക പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് തന്ന ഈ നല്ല യാത്രയാത്രയിൽ എൻ്റെ സഹപ്രവർത്തകരോടും മാനേജ്മെൻറ്റിനോടും PTA ഭാരവാഹികളോടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും നാട്ടുകാരോടും എൻ്റെ മനസ്സറിഞ്ഞ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ യശസ് വാനുകളും ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്. സമയം വളരെ വൈകി. ഇനിയൊരു നന്ദി പ്രസംഗം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല നിങ്ങളെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ 99ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ 2 പേര് ഇവിടുന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഫാറൂഖ് മാഷെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. കാരണം എല്ലാ പ്രശ്നത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മോട് വിരമിക്കുമ്പോൾ നമുക്കത് വളരെ പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതേപോലെ യാക്കൂബ് മാസ്റ്റർ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഇപ്പം 2 പേരുടെയും വിരമിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും കൂടുതലൊന്നും ഈ വൈകിയ വേളയിൽ പറയുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS അവർക്ക് കടവത്തൂർ വെസ്റ്റ് UPയുടെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം വളരെ തിരക്ക് പിടിച്ച ഇലക്ഷൻ ഈ ടൈമിൽ അദ്ദേഹം നമുക്ക് ഇവിടെ പരിപാടിക്ക് എത്തിച്ചേർന്നത് തന്നെ നമുക്കൊരു സുഹൃതമായി കരുതുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച് സംസാരിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി, ഇവിടെ ഉപഹാര സമർപ്പണം നടത്തിയ നമ്മുടെ HM മുഹമ്മദ് ഫാറൂഖ്, അതേപോലെ തന്നെ T മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ, ഡോക്ടർ അബൂബക്കർ, അതേപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ മുനീറ, നമ്മുടെ മാനേജർ ഖാലിദ് മാസ്റ്റർ, AP മുഹമ്മദ്, അബ്ദുൽ നാസർ, സക്കീന തക്കീൽ, നുഫൈസ, NK അഹമ്മദ് മദനി, കാട്ടൂർ മഹമ്മൂദ്, സക്കീന തക്കീൽ, മുഹമ്മദ് റിഫാൻ, അതുപോലെ മറുപടി നൽകിയ K മുഹമ്മദ് ഫാറൂഖ് മാസ്റ്റർ, യാക്കൂബ് മാസ്റ്റർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും, നാട്ടുകാർക്കും, ആരെങ്കിലും ഒഴിവാക്കി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.